നമുക്ക് ഈ യൂത്തിന്റെ പല പല ടാലന്റ് കണക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടിയിരിക്കുന്നത്. ആർക്കും ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ യുവ IAS സിവിൽ സർവീസ് എക്സാം വിന്നർ, സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. ഓൾ ഇന്ത്യയിലെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ, കേരളത്തിലെ ടോപ്പ് മിസ്റ്റർ എബിൻ ബേബി. ഇഷ്ടമൊന്നും പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ, വെൽക്കം ടു ചാറ്റ്. ഞാനൊരു ആങ്കർ ആണെങ്കിലും ഞാനൊരു മദറാണ്. ഇങ്ങനൊരു യൂത്ത് എൻ്റെ മുന്നിൽ സക്സസ്ഫുൾ ഒരു യൂത്തായിട്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. ആ സ്റ്റോറി കേൾക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ന് പറയും, എങ്ങനെയാണ് ഇത്ര വലിയ ഇത്ര നല്ല ചിരിയോടുകൂടെ നേടിയെടുത്തത്? നേട്ടം അതിപ്പോ ആർക്കും നേടിയെടുക്കാവുന്നതാണ്. എന്റെ നേട്ടത്തിന്റെ പുറകിൽ എല്ലാവരും പറയുന്ന പോലെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ കഷ്ടപ്പാടും എല്ലാവരും ഒരു ബാക്ക് സ്റ്റോറി പോലെ തന്നെയായിരുന്നു എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഞാനിവിടെ ഇരിക്കാനുള്ള കാരണം, ഞാനിവിടെ ആവാനുള്ള കാരണം എല്ലാം എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ ആണ്. അവരിലൂടെയാണ് എല്ലാം ഞാൻ നേടിയെടുത്തത്. പിന്നെ ഞാനൊരു പ്രൊഫൈൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹാർഡ് വർക്ക് എന്നതിലുപരി സോഷ്യൽ വർക്കറാണ് കൂടെ അതിനകത്ത്. അതാണ് എനിക്ക് ഏറ്റവും ക്യൂരിയസ് ആയിട്ട് തോന്നിയത്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഈ ഒരു യങ് പ്രായത്തിൽ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കളിച്ച് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന ആ പ്രായത്തിൽ അത്ര റെസ്പോൺസിബിൾ ആയിട്ട് ഇങ്ങനൊരു സോഷ്യൽ സർവീസ് അങ്ങനെ ചെയ്യാൻ പാഷൻ എങ്ങനെ വന്നു? സോഷ്യൽ സർവീസ് ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ IASലോട്ട് എത്തുന്നതും ഈ ഒരു ഡ്രീം ഞാൻ അച്ചീവ് ചെയ്യണതും ഇതെല്ലാം. പറഞ്ഞതുപോലെ എല്ലാവർക്കും ഉണ്ട് ഒരു കഴിഞ്ഞു പോയ കാലം, എനിക്കും ഉണ്ട് അങ്ങനെ ഒരു കഴിഞ്ഞു പോയ കാലം. So, do you mind medium Malayalam? Yeah, if possible, we can make it English. If otherwise, Malayalam mix. So, if you don't mind, will you be able to share with the audience? For sure. അത് പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങുന്നത് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ ക്യൂട്ട് ബ്രദർ ജോ. ഹലോ Hello? പറടാ. ലിങ്ക് അയച്ചിട്ടുണ്ടോ? പുതിയ ഗെയിമാണ്. പുതിയ ഗെയിമോ? അതെ. എന്ത് ഗെയിം? കിട്ടിയതുള്ളൂ, ഞാൻ ട്രൈ ചെയ്യുന്നില്ല. ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ, ഇൻട്രസ്റ്റിംഗ് ആണെന്നാ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ. ടിവിയിലൊക്കെ കളിക്കുന്നുണ്ടോ? അപ്പൊ അവൻ അയച്ചതാ. ഓക്കെ. ഹലോ ഹലോ? നീ കളിച്ചിരുന്നു ഗെയിം? എടാ, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കണ്ടിട്ട് ഇത്തിരി ഒരു കുഴപ്പം പിടിച്ച പോലുണ്ടല്ലോ. ആ, നിനക്ക് പേടിയാണ് കളിക്കുമ്പോഴാ വിട്ടാക്കി. നീയൊന്ന് പോയി, ഞാൻ വരാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ വരാം, നീ അവിടെ പോ. നിനക്ക് പേടിയാണ് വിട്ടേക്കടാ. എനിക്കെന്ത് പേടി? എനിക്കൊരു പേടിയുമില്ല. എന്നാ പിന്നെ നീ കളിച്ചോ? ഞാൻ കളിച്ചു തുടങ്ങി. നീ നോക്കിക്കോ, നിന്നെക്കാട്ടും ഞാൻ ഫിനിഷ് ചെയ്യും. നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അവനെക്കാട്ടും ഞാൻ തീർക്കും എന്നാണ് അവനെ എന്നോട് കളിക്കും. അത് നിന്നോട് ഞാൻ പറഞ്ഞ, ഞാനൊരു തിരക്കിലാണ്, എനിക്ക് കളിക്കാൻ പറ്റത്തില്ല. നീ അവിടെ എങ്ങനെ പോയിരുന്നേ? അവിടെ എങ്ങനെ പോയിരിക്കണി? പോ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞ ഞാൻ വരില്ലാന്ന്? നീ പോയേ. Hurt yourself. ആരെല്ലാം ചെയ്തു, എന്നെ തന്നെ ദ്രോഹിക്കും വേണം. എന്താ ചെയ്യാ?
വേദന എടുക്കുന്നാലും അതുപോലെ എന്നാണ് കൊടാടെ ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല. ചോര എടുക്കുന്നത് ഇവിടെ അത് ഇവിടെ തട്ടിയതാ. ഇവിടെ തൊട്ട് ഇങ്ങനെ അത് ഞാൻ അറിഞ്ഞില്ല. അവിടെ ഉണ്ടാകുമ്പോ പ്രശ്നമില്ലാന്ന്. പ്രശ്നമില്ല അമ്മേ. അവിടെ നിന്ന് അറിയാണ്ട് തട്ടിയതാ. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലമില്ല. അത് ഞാൻ അങ്ങനെ പോയി പറയണ്ടോന്ന്. പ്രശ്നമില്ല. അമ്മ പോയിക്കേ. അമ്മ പോയിക്കേ. പ്രശ്നമൊന്നുമില്ല. പഠിക്കാൻ നോക്കി കൊച്ചേ. അപ്പൊ എന്തിനാ വന്നില്ല ചേരെ? അറിഞ്ഞൂടമ്മ. നീ ഇങ്ങനെ വിലക്ക് നടക്കുന്നു. ഹലോ, അവിടെ നിനക്ക് അടുത്ത ടാസ്ക് വന്നാ? എനിക്ക് മൂന്നാമത്തെ ഒരു കഴിഞ്ഞ് ഞാൻ. നീ മൂന്നാമത്തെ എത്തിയ? അതെ. എനിക്ക് അടുത്ത കുറച്ച് ടാസ്ക് സീനാണ് കേട്ടോ. അതൊന്നും സ്ത്രീയിൽ എന്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ചോടെ കളിക്കാൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു കളിച്ചോണ്ട്. എടാ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ, പറഞ്ഞു. എനിക്ക് അടുത്ത ടാസ്ക് ചെയ്യാൻ കുറച്ച് പൈസ കിട്ടാൻ. എടാ, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നത്തെ തന്നെ ചേട്ടന്റെ പേഴ്സിൽ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടേ ചേട്ടൻ അറിയാം ചെയ്തു. അത് വലിയ സീനാവും. ചേട്ടന്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടിയില്ല. ചേട്ടന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്താണ് നിങ്ങൾ പേ ചെയ്തത്. ആ എന്ന് വെച്ചാൽ കുഴപ്പമില്ലടാ. ഞാൻ നോക്കട്ടെ. ഞാൻ വേറെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ. ശരി. ക്രെഡിറ്റ് കാർഡ് എന്റെ അപ്പനുണ്ടല്ലോ ക്രെഡിറ്റ് കാർഡ്. നിന്നോട് ഞാൻ പറഞ്ഞ എനിക്ക് കളിക്കാൻ സമയമില്ലടാ. നീ പോയേ. നീ ചെല്ല്. നീ ചെല്ല്. എടാ ആ എന്റെ എക്സാം ഇല്ല. ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മ. അതൊന്നുമില്ല. ഞാൻ ആ എക്സാമിന്റെ കാര്യം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു. പിന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചേക്കാൻ പറയാം. പിന്നെ അമ്മ ഞാൻ നീ എന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്ത് പേ ചെയ്തോ? ആ, നീയാണ് എന്റെ ക്രെഡിറ്റ് കാർഡ്. അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ വന്നേക്കുന്നല്ലോ എന്റെ കാര്യം. അവനായിരിക്കപ്പാ. ആരാണ് എടുത്തത്? നീ കണ്ടോ? അവൻ പറയുന്നത് നീ കണ്ടോ? അപ്പൊ സ്കൂളിലത്തെ ഒരു ആവശ്യത്തിന് അങ്ങനെ കണ്ടപ്പോ അറിയാണ്ട് നീ ഒറ്റ ഒറ്റയാണ് എന്നെ ഭക്ഷണമാക്കി കളയുന്നത്. സ്കൂളിന്റെ സ്കൂളിന്റെ എന്താ അവസ്ഥ? അവന്റെ പ്രായം കഴിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നത്. ഇനി ഇവനെങ്കിലും ഭക്ഷണമാക്കി കളയണം. പിന്നെ അത് സ്കൂളിൽ എല്ലാരും അപ്പൊ എവിടെയും പോകുന്നുണ്ടോ? ഇങ്ങ് പോണില്ല. എവിടെ പോവാനാ? loved ones. ഇതിപ്പോ ആരെയാ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ
ജോ ജോ അടുപ്പുണ്ടാക്കാൻ നിന്നേക്കല്ലേ. ഇടുവന്നേ നീ സുഖല്ലേ നിനക്ക്? സുഖല്ലേ? അമ്മേ 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 ചേട്ടാ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ പിള്ളേരും ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള സമയമാണ്. അന്ന് എൻ്റെ അമ്മ മരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കില്ല. എല്ലാ പിള്ളേരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലുള്ള ബുദ്ധിമുട്ടായ സമയം. ഇതെല്ലാം അമ്മ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എന്നെ നല്ലപോലെ നോക്കി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവന്ന് എനിക്കതിൽ നിന്ന് വരാൻ വേണ്ടി ഒരു 5-6 വർഷം തന്നെ എടുത്തു. അതിനുശേഷമാണ് അവർക്ക് വേണ്ടി ജീവിക്കാനും യങ്സ്റ്റേഴ്സിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണം എന്നുള്ളൊരു ബോധം എനിക്ക് വന്നു. അതിന് ശേഷമാണ് സോഷ്യൽ സർവീസ് തുടങ്ങിയത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്തെങ്കിലും നല്ല കാര്യം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് വേണ്ടി ചെയ്യാം എന്നുള്ളതായിരുന്നു എൻ്റെ ഈ കഥയും എൻ്റെ ഈ സ്റ്റോറിയും എല്ലാവർക്കും ഒരു പാഠമാവട്ടെ. കുറേ ഗെയിമുകൾ വരുന്നു, ഫോൺ വരുന്നു, സോഷ്യൽ മീഡിയ വരുന്നു. ഇതിനെക്കാട്ടും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് വളർത്തിണ്ടാക്കുന്ന അച്ഛൻ, അമ്മ, അവരുടെ സന്തോഷം, അവരുടെ എല്ലാം. അതാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോ ഗെയിമിന് വേണ്ടിയോ ഓരോ ഇതിനു വേണ്ടിയോ നമ്മുടെ ജീവിതം തൊലച്ചു കളയല്ല വേണ്ടത്. Youth and it's the right person for chatting. Anyway, wish you all success and എല്ലാ പേരൻസും ഇത് കാണണം, അവരുടെ മക്കളെ ഈ എപ്പിസോഡ് കാണിക്കണം. അതൊരു നല്ല ഇൻസ്പിറേഷൻ ആയിട്ട് നമ്മുടെ വരും തലമുറയ്ക്ക്. സോ വി ആർ സൈനിങ് ഓഫ് ടുഡേ. ചാറ്റ് വിത്ത് യൂത്തിലെ പുതിയൊരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാം. Till then, bye bye. Sorry. So